ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാൻ വേണമെന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നൊരു മന്ത്രിയൊക്കെ ആയിരുന്നപ്പോ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയാം. ഓർമ്മ മാത്രമേ ഉള്ളൂ, ആരും ചെയ്തില്ല എന്നുള്ളത് വേറെ. രവീന്ദ്ര മാസ്റ്റർ പ്രാന്ത എന്ന് പറഞ്ഞവരും ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഓരോരുത്തരുടെ ആരൊക്കെയാണ് കേൾക്കുന്നുണ്ട് കോൺഗ്രസില്. ഇതിനത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ആഴ്ച കൊണ്ട് എല്ലാ സ്കൂളിൽ പറഞ്ഞു ഞങ്ങൾ മുഴുവൻ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. അതെന്താ, അത് സ്കൂൾ അവിടെ കെട്ടണം, ഗേറ്റ് അവിടെ വെക്കണം, എന്താണ് മറ്റേ വിതിൻ നോ ടൈം ഗംഭീര മാസ്റ്റർ പ്ലാൻ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോ ഇതല്ല പറഞ്ഞത് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ആണ് എന്ന് പറഞ്ഞപ്പോ ഇതെന്ത് സംഭവം എന്നുള്ളതാണ്. പിന്നെ അതിന് വലിയ ശ്രമം പറഞ്ഞു. അത് കുറെ പേരൊക്കെ തയ്യാറായപ്പോ ആയിട്ടില്ല, ഇനി ഉണ്ടാകണം. അതാണ് പറയുന്ന ഇന്ത്യൻ വ്യക്തിപരമായ മാസ്റ്റർ പ്ലാൻ. ഓരോ വ്യക്തിയിലുമുള്ള സർഗശേഷിയുടെ പ്രകാശം അത് പരമാവധി വളർത്തുമ്പോഴാണ് കുട്ടി സ്വതന്ത്രനാകുന്നത്, വലുതാകുന്നത്, ഉയരുന്നത്. അതാണ് വിദ്യാഭ്യാസം. ക്ലിയറുണ്ടോ? ദർശനം ക്ലിയറുണ്ടോ? അതാണ് വിദ്യാഭ്യാസം. അപ്പൊ ആ സംഭവം, ആ സത്യം ഇത് വേണം അളക്കാൻ. ഇതാണ് ഗുണമേന്മ. ഇതളക്കാൻ ക്ലാസിക്കൽ മെത്തഡോളജി പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന ആശയമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ് അതിനെയാണ് നമ്മൾ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുട്ടി, ആ കുട്ടിയുടെ യഥാർത്ഥ കഴിവ് പ്രകാശിപ്പിക്കുവാനുള്ള അവസരം കിട്ടിയാൽ ആ കുട്ടി മനസ്സ് നിറഞ്ഞ് പറയും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കും. ഡോക്ടറാണ്, പക്ഷെ സർഗശേഷി പാട്ട് പാടാനാണ്. പക്ഷെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് പറയും ഡോക്ടറായി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവിതം മുഴുവൻ ഒരു വേദനയുണ്ട്. എന്താ വേദന? എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഒന്ന് പറയൂ, എന്താണ്? ഒന്ന് പാട്ട് പാടാൻ പറ്റില്ലല്ലോ, ഒന്ന് പാട്ട് പാടാൻ പറ്റുന്നില്ലല്ലോ. അതാണ് യഥാർത്ഥത്തിലുള്ള സർഗശേഷി. വളർത്താൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്ത. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉറങ്ങിക്കിടക്കാതെ എല്ലാം സമഗ്രമായി വളർന്ന് ഇത് മനസ്സിൽ കാണണം. ഈ ഫിലോസോഫിക്കലായിട്ടുള്ള ഈ ഒരു അവസ്ഥ കാണണം, മനസ്സിൽ. അതാണ് വിദ്യാഭ്യാസം. എല്ലാ സത്തകളും വളർന്ന് പടർന്ന് വികസിച്ച് വരുത്തുന്ന ഒരവസ്ഥ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ്. അവിടെ എത്തുമ്പോഴാണ് സന്തോഷം. തമാശ പറഞ്ഞിരിക്കുമ്പോൾ പറയുന്ന സന്തോഷമാണ്, അത് സന്തോഷമാണ്. അല്ലെങ്കിൽ ഉത്തരം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് സന്തോഷമുള്ള കാലമാണ്. മാർക്ക് കിട്ടുമ്പോഴോ സന്തോഷമുള്ളതാണ്. പോരാ. ലോകത്ത് പല ദിക്കിലും സന്തോഷ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇതും ഒക്കെ ചുറ്റിക്കറ്റി നിൽക്കുക. ഹലോ, കേൾക്കണ്ടോ? അവിടെ എല്ലാം നിൽക്കേണ്ടത് സുരക്ഷ പറയണം, ഫിലോസോഫിക്കലായിട്ട് പറയണം. അവിടെ എല്ലാം നിൽക്കേണ്ടത്. കുട്ടിയുടെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ കുട്ടിയുടെ സർഗശേഷികൾ, ഉറങ്ങിക്കിടക്കുന്ന സർഗശേഷി അല്ലെങ്കിൽ തന്നെ ജന്മനായുള്ള സർഗശേഷികൾ പൂർണ്ണമായും പൂവിരിയുന്നത് പോലെ വിരിഞ്ഞുണർന്ന് അതിന്റെ പരമാവസ്ഥയിൽ എത്തണം. യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നതാണ്. ആ സന്തോഷം ക്ലാസ്സിലുണ്ടാവണം. ആ ക്ലാസ്സിലുണ്ടാവാൻ ആ കുട്ടിക്ക് വേണ്ടത് ഒരു പോയിന്റ് പറയാനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് വേണ്ടത്, കുട്ടിയാണ് കേന്ദ്രം. ശിശുകേന്ദ്രീയ വിദ്യാഭ്യാസം എന്നുള്ളതിൽ നിന്നും ഈ പറയുന്ന സന്തോഷം എന്ന ആശയം ക്ലാസ്സിൽ നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ അതിന് കേന്ദ്രം കുട്ടിയുടെ സന്തോഷമാണ് നമ്മൾ കാണേണ്ടത്. കാഴ്ച അതാണ് കുട്ടിയുടെ സന്തോഷം. ആ സന്തോഷത്തിന് അടിത്തറയായ ആശയം സ്വാതന്ത്ര്യമാണ്. കേൾക്കുണ്ടോ? വാക്ക് തെറ്റുണ്ടാവാം, ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പറഞ്ഞത്. ഒരു അഭിപ്രായം പറയുന്നു. എന്താ പറയുന്നത്? സ്വാതന്ത്ര്യം. അറിവ് ഉത്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, വിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, പരസ്പര ബന്ധങ്ങളിലുള്ള സ്വാതന്ത്ര്യം, പാഠപുസ്തകങ്ങളിലുള്ള സ്വാതന്ത്ര്യം, എല്ലാത്തിനുമുള്ള സർവതന്ത്ര സ്വതന്ത്രമായ സ്വാതന്ത്ര്യമാണ് ആ കുട്ടിയെ പറയുന്ന സന്തോഷ തലത്തിലേക്ക് ഉയർത്തുന്നത്. ഇത് ഫ്യൂഡൽ വിദ്യാഭ്യാസത്തിലുണ്ടോ? ഉണ്ടോ? അതൊന്നും ആരും ഓർക്കാതെ ഇത് വെച്ചിട്ട് എങ്ങനെ നേരെയൊക്കെ നോക്കുക.
വിദ്യാഭ്യാസമുണ്ടോ? ഇല്ല. ആ സ്വാതന്ത്ര്യം ക്ലാസ്സിൽ കുട്ടിക്ക് എങ്ങനെ നമ്മുടെ കരിക്കുലത്തിലൂടെ നൽകാൻ കഴിയും? അതാണ് കരിക്കുലം കറക്ഷൻ. അത് പെഡഗോഗി വരെ എത്തുന്നു. ക്രിട്ടിക്കൽ പെഡഗോഗി എന്നുള്ളിടത്ത് അതെങ്ങനെയാണ് വരുന്നത്? അതിനപ്പുറത്തേക്ക് പോകണം. അതൊക്കെ സെർച്ചിന്റെ എന്താണ് ചിന്തന വിഷയങ്ങളാവണം. ക്രിട്ടിക്കൽ പെഡഗോഗി നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, നിങ്ങൾ മതിയെങ്കിൽ മതി. ഞാൻ പോരാനുള്ള അഭിപ്രായക്കാരനാണ്. അതിനപ്പുറത്തേക്ക് പോകേണ്ടതാണ്. സാങ്കേതിക വിദ്യകളും ആഗോളതല ജ്ഞാനത്തിന്റെ വളർച്ചയനുസരിച്ച് മാറും. അതിന്റെ ഇൻഡെപ്ത് പോകാനല്ല ഉദ്ദേശിക്കുന്ന ആശയം പറയാൻ മാറും. അതുകൊണ്ട് ആ സന്തോഷം, കുട്ടിയുടെ സന്തോഷം എന്നത് എന്താണ്? കുട്ടിയുടെ നാനാ തലത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് നോക്കൂ, നിങ്ങൾ നോക്കണേ, ആ സ്വാതന്ത്ര്യം മെഷർ ചെയ്യാൻ ക്ലാസിക്കലായിട്ടുള്ള വിദ്യാഭ്യാസ സങ്കല്പങ്ങൾ മതിയോ? മതിയോ? പോരാ, പോരാ. ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസിക്കലായിട്ട് കുട്ടിയെ ക്ലാസ്സിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, കുട്ടി മാഷോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാരെ എന്താണ് സംഗതി തീർന്നു, അവിടെ തീർന്നു കഥ തട്ടാവാൻ നമുക്കറിയാം. ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം. ആ ക്ലാസ് എവിടേക്ക് പോകുന്നു എന്നുള്ളത് സംവാദാത്മകമാകണം എന്ന് പറയുന്നതിലേക്കാണ് ഞാൻ വരുന്നത്. അത് മൾട്ടി ഡയമെൻഷനാണ്. ഹെർബർട്ട് മാർക്കേസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മാർക്കേസിന്റെ പുസ്തകത്തിന്റെ പേര് വൺ ഡയമെൻഷണൽ മാൻ എന്നാണ്. ലോകത്തിന്റെ അധപ്പതനത്തിന് കാരണം വിദ്യാഭ്യാസത്തിലൂടെ പറയും വൺ ഡയമെൻഷണൽ മാനെ വളർത്തിയെടുത്തതാണ്. ഒരു തലത്തിൽ മാത്രം ചിന്തിക്കുന്ന, ഒരു ഡയമെൻഷൻ മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ വളർത്തിയെടുക്കുന്നത് പൊളിറ്റിക്കലാണ്. അത്ര മനസ്സിലാവുന്ന എനിക്കറിയില്ല. എല്ലാവരും പൊളിറ്റിക്കലാണ്. അങ്ങനെ പാടുള്ളൂ എന്നുള്ളതാണ്. ഫ്യൂഡൽ ഫാസിസ്റ്റ് സങ്കല്പങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മാർക്കേസ് വൺ ഡയമെൻഷണൽ മാൻ, മൾട്ടി ഡയമെൻഷണൽ മാൻ, പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡയമെൻഷനിലും വളരുന്ന മനുഷ്യനാണ് ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടത് എന്ന് മാർക്കേസ് പറയുന്നു. അതുകൊണ്ട് അതാണ് സ്വാതന്ത്ര്യം. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീപ്പായിട്ട് ചർച്ച ചെയ്യണം, അന്വേഷിക്കണം കുട്ടിയുടെ സ്വാതന്ത്ര്യം.